നിങ്ങൾ ഒരു മുറിയിൽ അകപ്പെടുന്നു. ഒരു ജനലുമില്ല, ഒരു വെളിച്ചവുമില്ല, ഒരു ശബ്ദവുമില്ല. പൂർണ്ണ നിശബ്ദത, പൂർണ്ണ ഇരുട്ട്. 1 മണിക്കൂർ, 2 മണിക്കൂർ, 6 മണിക്കൂർ, 24 മണിക്കൂർ. നിങ്ങൾ ഇത് അതിജീവിക്കുമോ? നിങ്ങളുടെ മനസ്സ് ഇത് അതിജീവിക്കുമോ? ശാസ്ത്രജ്ഞർ ഇത് പരീക്ഷിച്ചു. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ശരീരം വെളിച്ചത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഓരോ രാവിലെയും സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മളുടെ കണ്ണുകൾ ആ വെളിച്ചം കാണുന്നു. ആ സിഗ്നൽ ബ്രെയിനിലേക്ക് പോകുന്നു. ബ്രെയിൻ ഒരു കെമിക്കൽ റിലീസ് ചെയ്യുന്നു, കോർട്ടിസോൾ. ഇത് നമ്മളെ ഉണർത്തുന്നു, ആക്റ്റീവ് ആക്കുന്നു, അലൈവ് ആക്കുന്നു. രാത്രി ഇരുട്ടാകുമ്പോൾ മറ്റൊരു കെമിക്കൽ, മെലറ്റോണിൻ, ഇത് റിലീസ് ചെയ്യുന്നു. ഇത് നമ്മളെ ഉറക്കുന്നു. ഇത് ഒരു പെർഫെക്റ്റ് സിസ്റ്റമാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഇവോൾവ് ആയ ഒരു സിസ്റ്റം. പക്ഷേ ഈ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടി നമ്മൾ ഈ സിസ്റ്റത്തെ ഒന്ന് തകർക്കുന്നു. പൂർണ്ണ ഇരുട്ടിൽ ആദ്യത്തെ 2 മണിക്കൂർ സർപ്രൈസിംഗ്ലി വളരെ പീസ്ഫുള്ളാണ്. നമ്മുടെ കണ്ണുകൾ ഇതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. നമ്മുടെ കണ്ണുകൾ വലുതാകും, പ്യൂപ്പിൾസ് മാക്സിമമായി ഡയലേറ്റ് ആകും, നമ്മുടെ ശരീരം റിലാക്സ് ആകും, ബ്ലഡ് പ്രഷർ കുറയും, സ്ട്രെസ് ഹോർമോൺസ് കുറയും. ചിലർക്ക് ഇത് മെഡിറ്റേഷൻ പോലെ ഫീലാകും. ഈ ഒരു സ്റ്റേജിൽ പലരും പറയുന്നത് അവരുടെ മൈൻഡ് വളരെ റിലാക്സ്ഡ് ആയിരിക്കുമെന്നാണ്. ഒരു നോയ്സുമില്ല, ഫോണില്ല, നോട്ടിഫിക്കേഷനില്ല, പ്യുവർ സൈലൻസ്. പക്ഷേ ഇത് നിലനിൽക്കില്ല. ഈ എക്സ്പെരിമെൻ്റ് തുടങ്ങി 2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഒരു കാര്യം റിയലൈസ് ചെയ്യും. ഇത് നോർമലല്ല. നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ ഒരു പ്രിഡിക്ഷൻ മെഷീനാണ്. അത് എപ്പോഴും പ്രിഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇതിന് ഇൻപുട്ട് വേണം, ഡേറ്റ വേണം, നിറങ്ങൾ, ആകൃതികൾ, ശബ്ദങ്ങൾ. ഇപ്പോൾ ഒന്നുമില്ല. പക്ഷേ ബ്രെയിൻ പാനിക് ചെയ്യുന്നില്ല. ബ്രെയിൻ അപ്പോൾ ഒരു ഷോർട്ട് കട്ട് എടുക്കുന്നു. സ്വന്തം മെമ്മറീസിൽ നിന്ന് ഇമേജസ് ഉണ്ടാക്കുന്നു. പൂർണ്ണ ഇരുട്ടിൽ നമ്മൾ കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ കണ്ടിട്ടുള്ള ആളുകളുടെ മുഖങ്ങൾ, സ്ഥലങ്ങൾ, നിറങ്ങൾ ഇവ സ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്യുന്നത് പോലെ കാണും. 1954 ഒരു സയൻറ്റിസ്റ്റ് ജോൺ ലില്ലി ഇത് ആദ്യമായി പ്രോപ്പർലി ഡോക്യുമെൻ്റ് ചെയ്തു. അദ്ദേഹം ഒരു സ്പെഷ്യൽ ടാങ്ക് ഉണ്ടാക്കി. സോൾട്ട് വാട്ടർ നിറഞ്ഞ ഒരു എൻക്ലോസ്ഡ് ചേംബർ. കംപ്ലീറ്റ് ഡാർക്ക്നെസ്, കംപ്ലീറ്റ് സൈലൻസ്. ആദ്യ മണിക്കൂറുകളിൽ വളരെ കാമിംഗ് ആയിട്ടുള്ളൊരു എഫക്റ്റാണ് അനുഭവപ്പെടുന്നത്. പക്ഷേ പിന്നീട് പുള്ളിയുടെ മൈൻഡ് പതിയെ പതിയെ ഓരോ കാര്യങ്ങൾ പുള്ളിയെ കാണിച്ചു തുടങ്ങി. അദ്ദേഹം ഇത് ഡിസ്ക്രൈബ് ചെയ്തത് ഇങ്ങനെ: ഞാൻ ഒരു ഏലിയൻ സിവിലൈസേഷനെ കണ്ടു, ഞാൻ ഫ്യൂച്ചർ കണ്ടു, ഞാൻ ദൈവത്തെ കണ്ടു. സയൻസ് ഇതിനെ വിളിക്കുന്നത് സെൻസറി ഡെപ്രിവേഷൻ ഹലൂസിനേഷൻസ് എന്നാണ്. ഇനി ഏറ്റവും വിയേർഡായ പാർട്ട്, 6 മണിക്കൂർ കഴിയുമ്പോൾ സമയബോധം നഷ്ടപ്പെടും. ശരിക്കും 10 മിനിറ്റാണോ അതോ 10 മണിക്കൂറാണോ കഴിഞ്ഞതെന്ന് തിരിച്ചറിയാൻ പോലും നമുക്ക് പറ്റാതാകും. എന്തുകൊണ്ടാണിത്? നമ്മളെല്ലാവരും സമയം അളക്കുന്നത് പുറത്തു നിന്നുള്ള ചില സൂചനകൾ കൊണ്ടാണ്. സൂര്യൻ ഉദിക്കുന്നു, രാവിലെയായി. സൂര്യൻ അസ്തമിക്കുന്നു, വൈകുന്നേരമായി. വിശക്കുന്നു, ഉച്ചയായി. ഇവ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന് ഒരു റെഫറൻസ് പോയിൻ്റ് ഇല്ല. 1962 മൈക്കിൾ സിഫ്രെ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ഒരു ഗുഹയിൽ 2 മാസം തനിച്ചു കഴിഞ്ഞു. ഒരു വാച്ചില്ല, സൂര്യപ്രകാശമില്ല, പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ല. ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം കരുതിയത് 34 ദിവസം കഴിഞ്ഞു എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ 63 ദിവസം കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ലീപ്പ് സൈക്കിൾ 24 മണിക്കൂർ അല്ലാതെയായി. ചിലപ്പോൾ 48 മണിക്കൂർ ഉണർന്നിരിക്കും, ചിലപ്പോൾ 12 മണിക്കൂർ ഉറങ്ങും. ഇത് പ്രൂവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് എക്സ്റ്റേണൽ സ്റ്റിമുലസ് നമ്മുടെ ബ്രെയിനിന് കിട്ടാതെ ആയാൽ ടൈം വെറും ഒരു ഇല്യൂഷനായി നമ്മുടെ ബ്രെയിൻ കൺസിഡർ ചെയ്യും. ഇതുവരെ നമ്മൾ പറഞ്ഞതെല്ലാം ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് മാത്രമല്ല. പല ഗവൺമെൻറ്റ്സും ഇത് ഒരു ടോർച്ചർ മെത്തേഡായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ CIA 1963 റിലീസായ കൂബാർക്ക് മാനുവലിൽ അവർ പറയുന്നത് ഇങ്ങനെ: സെൻസറി ഡെപ്രിവേഷൻ ഒരു ഇൻ്ററോഗേഷൻ ടെക്നീക്കായി റെക്കമെൻഡ് ചെയ്യുന്നു. ഫിസിക്കൽ ടോർച്ചർ ഇല്ലാതെ ഒരു മനുഷ്യനെ മെൻ്റലി ബ്രേക്ക് ചെയ്യാൻ ഏറ്റവും എഫക്റ്റീവായ ഒരു മെത്തേഡായിട്ടും അവരിതിനെ പറയുന്നു. ഗ്വാണ്ടാനമോ ബേ ഈ ലോകത്തെ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു പ്രിസണാണ്. ഇവിടെ ഹോൾഡ് ചെയ്തിട്ടുള്ള ഒരുപാട് തടവുകാരെ ഈ ഒരു ടെക്നിക്ക് വെച്ച് ടോർച്ചർ ചെയ്തതായി പറയപ്പെടുന്നുണ്ട്. അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തിറങ്ങി വന്ന പലരും പറഞ്ഞത് ഇങ്ങനെ:
ഏതൊരു ശാരീരിക വേദനയും സെൻസറി ഡെപ്രിവേഷൻ്റെ മാനസിക യാതനയോട് താരതമ്യം ചെയ്യാൻ കഴിയില്ല. ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും ദയാനകമായ ഒരു അവസ്ഥയായിട്ടാണ് ഇതിനെ അവർ പറഞ്ഞത്. കാരണം താൻ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കിയതുകൊണ്ട് വേൾഡ് ഇതിനെ ഒരു ടോർച്ചറായി ഡിക്ലെയർ ചെയ്തു. ജനീവ കൺവെൻഷനിൽ ഇതിനെ ബാൻ ചെയ്തു. പക്ഷേ ഒരു പ്രോബ്ലം ഇപ്പോഴുമുണ്ട്. ഇത് ഒരു ഫിസിക്കൽ ടോർച്ചർ അല്ലാത്തത് കൊണ്ട് ഇത് ഒരാൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് തെളിയിക്കാൻ പാടാണ്. അതുകൊണ്ട് തന്നെ ക്വയറ്റ്ലി ആണെങ്കിൽ പോലും ഇത് ഇന്നും നടക്കുന്നുണ്ട്.